ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അതായത് സാറ്റർഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി കഴിക്കാൻ പോവാണ്. അപ്പോൾ അതാ എന്നത്തെയും പോലെ തന്നെ ഒരു ഗ്ലാസ് ചായ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് റെഡിയാക്കിയിരിക്കുന്നത് ചൂട് പുട്ടാണ്. തേങ്ങ ഒക്കെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുള്ള ചിരട്ടപ്പുട്ട്. അപ്പോൾ പുട്ടും കടലയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ചൂട് പുട്ടും അതുപോലെ തന്നെ കടലക്കറി. ഗ്രേവി വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഒഴിച്ച് ഗ്രേവി പോലെ വേണ്ട കടലക്കറിക്കൊക്കെ. കുറച്ച് ചെറുതായിട്ട് കൂടുതൽ കടലയും അതുപോലെ തന്നെ ചെറിയ ഗ്രേവിയും മതി. അതുകൊണ്ട് തന്നെ കടലയുടെ ക്വാണ്ടിറ്റി നമ്മൾ പുട്ടിൻ്റെ കൂടെ കൂടുതൽ കഴിക്കും. അപ്പോൾ ഇന്ന് രാവിലത്തെ വളരെ സൂപ്പർ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റാണ്. പുട്ടും കടലയും എന്ന് പറയുന്നത് വളരെ സൂപ്പർ കോമ്പിനേഷനാണല്ലോ. അപ്പോൾ ഈ കടലക്കറി എന്ന് പറയുന്നത്, ഈ കടലക്കറി ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ഇറച്ചിക്കറി വെക്കുന്ന പോലെ വെച്ചിരിക്കുന്ന ഒരു കടലക്കറിയാണ്. കുറച്ച് കൂടുതൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പെരിഞ്ചീരകപ്പൊടിയും ഗരം മസാല പൊടിയൊക്കെ ചേർത്തിട്ട് ഒരു ചിക്കൻ കറി അല്ലെങ്കിൽ ഒരു ബീഫ് കറിയൊക്കെ വെക്കുന്നത് പോലത്തെയുള്ള ചിക്കൻ കറി കടലക്കറിയാണ്. അപ്പോൾ പുട്ടിനും അടിപൊളി കോമ്പിനേഷനാണ്, സൂപ്പർ കോമ്പിനേഷനാണ് പുട്ടിന്. എനിക്ക് ഈ ഒരു കടലക്കറി എന്ന് പറയുന്നത് ഇങ്ങനെ വെച്ചപ്പോഴത്തേനും എല്ലാത്തിനും, അതായത് അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാത്തിനും ഇതൊരു സൂപ്പർ കോമ്പിനേഷനാണ്. നമ്മൾ നോർമലി വെക്കുന്നതിലും ഒരു സൂപ്പർ കോമ്പിനേഷനായിട്ട് തോന്നി. അപ്പോൾ വളരെ വളരെ ചൂട് നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടും അതുപോലെ തന്നെ അതിലേക്ക് കടലക്കറിയും ചേർത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചൂട് ചായയും കുടിക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ആവി കയറുന്ന ഫുഡെന്ന് പറയുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ കടല, പയറ്, പരിപ്പ് ഈ വക ഐറ്റംസും നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കുറച്ച് മാംഗോ കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ ഇക്ക കൊണ്ടുവന്ന മാംഗോ ആണ്. അപ്പോൾ ആദ്യം കഴിച്ചപ്പോഴൊക്കെ കുറച്ച് പുളിപ്പോട് കൂടിയാണ് കഴിച്ചത്. ഇത് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് കട്ട് ചെയ്തപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് മുസമ്പി കട്ട് ചെയ്ത് കഴിച്ചു. ഉപ്പ് ചേർത്തിട്ടാണ് കഴിച്ചത്. ഭയങ്കര ടേസ്റ്റാണ് ഉപ്പ് ചേർത്ത് കഴിക്കുമ്പോൾ. അപ്പോൾ അതിനുശേഷം നമ്മൾ ലഞ്ചായിട്ട് ഇന്ന് കഴിക്കുന്നത് ചോറും കറികളും കാര്യങ്ങളൊന്നും വെച്ചില്ലായിരുന്നു. അപ്പോൾ ലഞ്ചായിട്ട് നമ്മളിന്ന് ഒരു മിക്സഡ് നൂഡിൽസാണ്. അപ്പോൾ ചിക്കൻ മിക്സഡ് നൂഡിൽസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചിക്കൻ നൂഡിൽസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ചിക്കൻ നൂഡിൽസ് ആണെങ്കിൽ പോലും ചിക്കൻ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല ഫ്രൈ ചെയ്ത ചിക്കൻ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. പിന്നെ വെജീസായിട്ട് ഇതിൻ്റെ അകത്തുള്ളത് സ്പ്രിംഗ് ഒണിയനും അതുപോലെ തന്നെ സവോളയും അങ്ങനെ എന്തോ 1-2 ഐറ്റംസേ ഉള്ളൂ. പിന്നെ മുട്ട ചിക്കി പൊരിച്ചതുകൊണ്ട് ചിക്കൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്യാപ്സിക്കമാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞായിരുന്നു വിത്തൗട്ട് ക്യാപ്സിക്കം, എനിക്ക് ക്യാപ്സിക്കം ഒട്ടും തന്നെ വേണ്ട, എനിക്ക് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് പിടിക്കാറില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ക്യാബേജ് നന്നായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് സ്പ്രിംഗ് ഒണിയനും ക്യാബേജും ഒണിയനും നമ്മുടെ സവോളയും അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കൂടുതലുള്ളത്. ചിക്കൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ഓവറായിരുന്നു. നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോഴും ചിക്കൻ്റെ ആ ഒരു പീസസ് എന്ന് പറയുന്നത് ഒത്തിരി, ചിക്കൻ്റെ പീസസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ നൂഡിൽസ് ഭയങ്കര ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കെച്ചപ്പോ അതുപോലെ തന്നെ സോസസോ ഒന്നും അധികം ഓവറായിട്ടൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ എന്തിൻ്റെയൊക്കെ ഒരു മൈൽഡ് ഫ്ലേവറുണ്ട്. നമ്മളെ മടുപ്പിക്കാത്ത ഒരു നൂഡിൽസാണ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഈ നൂഡിൽസ്. അത് കഴിക്കുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്. ഇത് കുറച്ച് സ്നാക്സാണ്. അപ്പോൾ നമ്മുടെ കസിൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേനും കൊണ്ടുവന്നതാണ് നമ്മുടെ സ്വീറ്റ് ചിപ്സ് ഉണ്ടല്ലോ, മധുരമുള്ള ചിപ്സും അതുപോലെ തന്നെ മധുരമുള്ള വേറെ ഒരു ഐറ്റവും. അപ്പോൾ നമ്മൾ ആ സ്നാക്സൊക്കെ ഈവനിങ് ടൈം ആയപ്പോൾ ആ സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ 2 ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഇത് മധുരപരമായിട്ടുള്ള ഒരു ചോക്ലേറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം കൂടുതലും ഇതിൻ്റെ അകത്ത് കയ്പ്പാണ്. പിന്നെ അകത്ത് ഒരു വലിയ ആൽമണ്ട് ഉണ്ട്. അപ്പോൾ നല്ല രസമാണ്. ഒരു കയ്പ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോൾ പണ്ടൊക്കെ വൈറ്റ് ചോക്ലേറ്റ് ആയിരുന്നു ഇഷ്ടം. പക്ഷേ ഇപ്പോൾ
ഡാർക്കാണ് ഇഷ്ടം. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഇടയിൽ ആൽമണ്ടും കൂടെ ചേർത്ത് ചവച്ചരച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായ വെപ്പും കാര്യങ്ങളും ചായ കുടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങുകയാണ്. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ലേറ്റ് ആയിട്ടോ, ഒരു 9:30 ഒക്കെ ആയേ. അപ്പം 9:30 ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ കുട്ടികളെയൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണല്ലോ. അപ്പം നമ്മൾ കൂടുതൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പറയുക, ഇറങ്ങാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഫ്രൈഡേ, സാറ്റർഡേയ്സ്, സൺഡേയ്സ് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ വീക്കെൻഡ്സിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ഇറങ്ങാറുണ്ട്. വീക്ക് ഡേയ്സിലാണ് നമ്മൾ ഒട്ടും തന്നെ ഇറങ്ങാത്തത്. വീക്കെൻഡ്സിലാണ് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ എന്തെങ്കിലും ഫുഡ് അടി പരിപാടിയോ പുറത്ത് പോയി ഭക്ഷണം കഴിക്കൽ കാര്യങ്ങൾ ആ വക ഐറ്റംസും പർച്ചേസ്, ബാക്കി സാറയുടെ ഓരോ കാര്യങ്ങൾ, സൈറയുടെ ഓരോരോ കാര്യങ്ങളെല്ലാം നമ്മൾ കൂടുതലായിട്ട് നടത്തുന്നത് വീക്കെൻഡ്സിലാണ്. അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം പുറത്തു പോവേണ്ട കാര്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ സമയം നന്നായിട്ട് ലേറ്റായി. പക്ഷേ ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിന്ന് ചെറിയൊരു ഡിന്നർ പരിപാടിക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു 9:30, 10ൻ്റെ അടുത്തായി, പ്രോബ്ലം ഇല്ല. അപ്പോൾ സൈറു ആർക്കോ ടാറ്റ ഒക്കെ കൊടുത്ത് അപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ കുട്ടികളുടെ കുറച്ച് ആക്ഷൻസും കാര്യങ്ങളും എല്ലാം ഞാൻ നോക്കി നിന്നപ്പോഴത്തേനും അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ എനിക്കൊരു ഹായ് തരാൻ പറഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും ഭയങ്കരമായിട്ടുള്ള ഹായ് തരലും കാര്യങ്ങളൊക്കെയാണ്. ഒന്നാമത് ഡ്രസ്സൊക്കെ മാറി പുറത്ത് പോകുന്നതിൻ്റെ ഒരു സന്തോഷം, അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഡ്രസ്സ് മാറുമ്പോൾ തന്നെ ഇളയ ആളൊക്കെ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. വീക്കെൻഡ്സ് ആകുമ്പോഴത്തേനും ആൾക്കറിയാം ഡ്രസ്സ് മാറുന്നത് പുറത്ത് കൊണ്ടുപോകാനാണ്, കറങ്ങാനാണ്, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനാണ് എന്നൊക്കെ. അപ്പോൾ നമ്മൾ എന്താ പറയുക, പിള്ളേർ പയ്യനെ നടന്ന് വരുവാണ്. ആൾക്ക് എടുക്കുന്ന ഇഷ്ടമല്ല, ഇളയ ആൾക്ക് എടുക്കുന്ന ഇഷ്ടമല്ല. അപ്പം സ്ലോപ്പിൽ കൂടെ ആണെങ്കിലും സ്റ്റെപ്പിൽ കൂടെ ആണെങ്കിലും പയ്യെ സ്വന്തമായിട്ട് നടന്ന് നീങ്ങുന്നതാണ് ഇഷ്ടം. ഇതിപ്പോൾ ഇത് സ്ലോപ്പ് ടൈപ്പ് ആയതുകൊണ്ട്, സ്ലോപ്പ് സർഫസ് ആയതുകൊണ്ട് പേടിച്ച് പയ്യെ നടന്ന് നീങ്ങുവാണ്. അങ്ങനെ ഇക്ക വരാറായി. നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഇത്രയും ലേറ്റ് ആയല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു. സൺഡേ നമുക്ക് പർച്ചേസും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തില്ല. അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പർച്ചേസും കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇക്ക പുറത്ത് പോയിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. നമുക്ക് വേറെ കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട്, ഒരു 9:30, 10 ആയതുകൊണ്ട് നമ്മൾ ഡിന്നർ പരിപാടി മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം സൺഡേസിലേക്ക് മാറ്റി. ഇതെന്ന് പറയുന്നത് നമ്മൾ നെഹ്ദി മന്തി എന്ന് പറയുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ട് മന്തി കിട്ടുന്ന ഒരു മന്തി റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഇക്ക അത്യാവശ്യം ഡെസേർട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇക്കയുടെ കൂടെ ഡെസേർട്ട് ഡ്രൈവിന് ഒരുമിച്ച് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ ആ ഫ്രണ്ടാണ് ഈ ഷോപ്പിൻ്റെ ഓണർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോൾ പോയാലും അവിടെ ഇക്ക ഉണ്ട്. അപ്പോൾ ഇക്കയായിട്ട് കുറേ നേരം സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലെ സെയിം ടൈപ്പ് മന്തി ഉണ്ടല്ലോ, ഇവിടെ മട്ടൻ മന്തി, ബീഫ് മന്തി, ചിക്കൻ മന്തി, പിന്നെ ഒരുപാട് വെറൈറ്റി, ചിക്കനിൽ തന്നെ ഒരുപാട് വെറൈറ്റി, മട്ടനിൽ, ബീഫിലെല്ലാം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ അവർ സാലഡാണ് കൊണ്ടുവച്ചത്. സാലഡ്സ്, ക്യാരറ്റും കുക്കുംബറും ലെമണും ഒരു ഹെൽത്തി ഒരു ടൈപ്പ് ലെറ്റൂസ് അത് ലെറ്റൂസാണ് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ലീഫല്ല. പിന്നെ അതിനുശേഷം പിന്നെ അവർ തന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് മട്ടൻ്റെ സ്റ്റോക്ക് മട്ടൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ മട്ടൻ സൂപ്പ്, അതായത് മോഡേണൈസ് ചെയ്ത ഒരു മട്ടൻ സൂപ്പല്ല. മോഡേണൈസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ കോൺഫ്ലോറും അതുപോലെ തന്നെ ആ വക തിക്കാവാനുള്ള ഐറ്റംസൊക്കെ ചേർക്കുന്ന സൂപ്പുണ്ടല്ലോ, ആ വക സൂപ്പിനേക്കാളും എനിക്കിഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ തനി നാടൻ പെപ്പർ പൗഡറൊക്കെ ചേർത്തിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള സൂപ്പുണ്ടല്ലോ, അതാണിത് കേട്ടോ. നമ്മുടെ തനി നാടൻ, നമ്മുടെ അമ്മമാരൊക്കെ മട്ടൻ സൂപ്പ് നമുക്ക് വീട്ടിൽ വെച്ച് തരത്തില്ലേ, ആ ഒരു തനി നാടൻ മട്ടൻ സൂപ്പ്. അപ്പോൾ സൈറൂന് ഞാൻ കൊടുക്കുകയാണ്. ചെറിയ ചൂടുണ്ട്, അതുകൊണ്ട് മക്കൾക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല, കാരണം നല്ല ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്.
അപ്പോൾ ഇതാ നമ്മൾ സൂപ്പൊക്കെ കുടിച്ച് വെജീസൊക്കെ കഴിച്ച് പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ടൊമാറ്റോ പ്യൂരിയും അതുപോലെ തന്നെ മയോണൈസും കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതെന്ന് പറയുന്നത് നമ്മുടെ മലയാളി റെസ്റ്റോറൻ്റാണ്. ഞാൻ ഓർഡർ ചെയ്തത് ഹണി ഗ്ലേസ്ഡ് ചിക്കനാണ്. അപ്പോൾ ഇക്കാക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഹണി ഗ്ലേസ്ഡ് ചിക്കൻ, എങ്കിലും കുഴപ്പമില്ല, ഇപ്പോൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് തന്നെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ വേറെ വെറൈറ്റീസിലൊന്നും പോയില്ല. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും കഴിച്ചാൽ തന്നെ ഇത് മിച്ചമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഐറ്റം ഓർഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് തന്നെ ബാക്കി വരും. അപ്പോൾ പിന്നെ വേറെ ഐറ്റം നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക, എനിക്ക് കഴിക്കാനുള്ള പോർഷൻ എടുക്കുകയാണ്. കുറച്ച് നല്ല ചൂടായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി, പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇതെന്ന് പറയുന്നത് സ്വീറ്റും അതുപോലെ തന്നെ സ്പൈസും ഒരേപോലെയുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവിയൊക്കെ കുറച്ച് കൂടുതലുണ്ട് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ മുകളിൽ. പിന്നെ മയോണൈസ്, നമുക്ക് അറബിക് റെസ്റ്റോറൻറ്റ്സിൽ മയണൈസ് കൂട്ടി കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതുപോലെ മലയാളി റെസ്റ്റോറൻറ്റ്സിൽ പോയാൽ മാത്രമേ നമുക്ക് മയണൈസും കൂട്ടി മന്തി കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലെ കൂടെ പറഞ്ഞിട്ടുണ്ട് അറേബ്യൻ മജ്ലിസിൽ നമ്മൾ ഇടയ്ക്ക് പോകാറുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നെഹ്ദി മന്തിയിലാണ്. അപ്പോൾ ഈ നെഹ്ദി മന്തിയിൽ വന്നാലും നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് മയണൈസൊക്കെ കൂട്ടി കുഴച്ച് നമ്മുടെ നാട്ടിൽ കഴിക്കുന്നത് പോലെ തന്നെയുള്ള തനി നാടൻ രീതിയിൽ മന്തി കഴിക്കാൻ പറ്റും. ഇതാ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ്റെ ഗ്രേവിയാണ്. അതും ഞാൻ ആ റൈസിൻ്റെ മുകളിലേക്ക് ഒന്നൊഴിക്കണം. ഇതുകൊണ്ട് എത്ര ജ്യൂസിയാണെന്ന് നോക്കിയേ, ഭയങ്കര വേറെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഹണി ഗ്ലേസ്ഡ് എന്ന് പറയുന്നത് കുറച്ച് ഡ്രൈ ആണ്. ഇവിടുത്തത് കുറച്ച് ബാക്കിയുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ കുറച്ചും കൂടെ ജ്യൂസിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് സ്വീറ്റ് ആൻഡ് സ്പൈസി, ഇത് വത്തൽമുളക് നന്നായിട്ട് അരച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ചില്ലി പൗഡറും കാര്യങ്ങളും ഉണ്ട്. സാധാരണ നോർമലി ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ അതിൽ ഒരു സ്വീറ്റ്നെസ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് ഹണിയാണ്. ഹണിയും ചില്ലിയും കൂടെ അരച്ച് ചേർത്തിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അതാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ അറബിക് റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് ഈ ഒരു ഫ്ലേവർ കിട്ടാറില്ല. അറബിക് റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മന്തിയിൽ മട്ടൻ ബീഫ് ഈ 2 ഐറ്റംസും എനിക്ക് ഒട്ടുമേ താല്പര്യമില്ല. അപ്പോൾ മന്തി കഴിക്കുമ്പോൾ എനിക്ക് ചിക്കനിൽ പല പല ഐറ്റംസ് ട്രൈ ചെയ്യാനാണ് ഇഷ്ടം. നമ്മുടെ ചിക്കൻ മന്തി, ഇത് ഹണി ഗ്ലേസ്ഡ് ചിക്കൻ, അതുപോലെ തന്നെ ചിക്കൻ മധുബൂത്ത്, ചിക്കൻ മധുഫൂൺ, അങ്ങനെ എന്തൊക്കെയോ കഴിച്ചിപ്പം എന്തൊക്കെയോ വെറൈറ്റി പേരുകളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മയോണൈസും ടൊമാറ്റോ പ്യൂരിയും അതുപോലെ തന്നെ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ്റെ ആ ഗ്രേവിയും ഒരു വലിയ പീസ് ചിക്കനും എല്ലാം കൂടെ ചേർത്തിട്ട് അടിപൊളിയായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഭയങ്കര ടേസ്റ്റ് എന്ന് പറയുന്നത്. റൈസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സെല്ല ബസ്മതി റൈസ് പോലെ എനിക്ക് തോന്നി. ഭയങ്കര ഫ്ലേവർഫുള്ളായിട്ട് നല്ല അടിപൊളിയായിട്ട് സൂപ്പർ റൈസ്. ഞാൻ ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് എടുത്തിട്ട് ബേബി ചെയറിൽ സൈറൂനെ കയറ്റി ഇരുത്തി, അവളെന്താണെന്ന് വെച്ചാൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവളങ്ങനെ ബേബി ചെയറിൽ ഇപ്പോൾ ഇരിക്കാറില്ല. അവൾക്ക് ബേബി ചെയറിലിരിക്കാൻ മടി. നമ്മളൊരു സോഡ നാരങ്ങ വെള്ളം ഞങ്ങൾ അധികം വേണ്ടായിരുന്നു, വലിയ ദാഹവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു സോഡ നാരങ്ങ വെള്ളം ഓർഡർ ചെയ്ത് നമ്മളെല്ലാവരും കൂടെ കുടിച്ചു. അതിനുശേഷം പിന്നെ കുനാഫ, നെഹ്ദി മന്തിയിലെ കുനാഫ എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ടതാണ്. അങ്ങനെ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നോർമലി നമ്മൾ കുനാഫ ഓർഡർ ചെയ്യുമ്പോഴത്തേനും കുനാഫ പ്ലസ് ഷുഗർ സിറപ്പ് നമുക്ക് സൈഡിലൊരു ബൗളിൽ കിട്ടും. പക്ഷേ ഇതെന്ന് പറയുന്നത് അവർ ഷുഗർ സിറപ്പ്, അതായത് ഓവർ ഷുഗർ സിറപ്പല്ല, അത്യാവശ്യം വേണ്ട ഒരു ഷുഗർ സിറപ്സ് ആ കുനാഫയിൽ സോക്ക് ചെയ്തതിന് റെഡി ടു ഈറ്റ് ആയിട്ടാണ് നമുക്ക് കൊണ്ടുതരുന്നത്. അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. ഞാൻ ആദ്യം വിചാരിച്ച് അയ്യോ ഷുഗർ സിറപ്പ് എവിടെയെന്നൊക്കെ വിചാരിച്ച് തപ്പുവാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, അയ്യോ അടിപൊളി കേട്ടോ. നമ്മളിപ്പം പെട്ടെന്ന് ഷുഗർ സിറപ്പ് ഒഴിക്കുകയാണെങ്കിൽ അത് എല്ലായിടത്തും സോക്കാണെന്നില്ല, എല്ലായിടത്തും പറ്റണമെന്നില്ല. അരികിലൊക്കെ ഡ്രൈ ആയിരിക്കും, ഏതെങ്കിലുമൊക്കെ ഒരു പോർഷൻ ഡ്രൈ ആവാറുണ്ട്. ഇതെന്ന് പറയുന്നത് അവർ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല സൂപ്പറായിട്ട് അവർ സോക്ക് ചെയ്ത്, എന്നാൽ ഓവർ സ്വീറ്റേ അല്ല കേട്ടോ, ഓവർ സ്വീറ്റല്ല, ആവശ്യത്തിന് മധുരമായിട്ട് എല്ലായിടവും സോഫ്റ്റായി എല്ലായിടവും സോക്കാവുന്ന രീതിയിൽ കുനാഫ അവർ കഴിക്കാൻ പാകത്തിന് കൊണ്ടുതന്നു. പിന്നെ അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് സുലൈമാനിയും അതുപോലെ തന്നെ നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള അറബിക് സ്നാക്കാണ് ലുക്കീമത്ത് എന്ന് പറയുന്നത്. ഇതിവിടെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കുനാഫ നമ്മൾ വാങ്ങിച്ചതാണ്. അതിനുശേഷം ലുക്കീമത്തും സുലൈമാനി എന്ന് പറയുന്നത് നമുക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ എത്ര ആളുകളുണ്ടോ ആ ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ട് ഒരു പോർഷൻ അവർ കൊണ്ടുതരും.
അങ്ങനെ ഇതും വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇതും നമ്മുടെ ഹണി സിറപ്പാണ്. ഹണി സിറപ്പ് അതുപോലെ തന്നെ ജാഗറി, ഒരു പഞ്ചസാര സിറപ്പ് ക്യാരാമലൈസ് ചെയ്തിട്ടുള്ള ഒരു ഫോമേ അല്ല. ഇതിൽ ചേർത്തിരിക്കുന്നതും ഹണി സിറപ്പും അതുപോലെ തന്നെ ജാഗറി സിറപ്പൊക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മൾ നെഹ്ദി മന്തിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ഇക്കായും അതുപോലെ തന്നെ നമ്മുടെ ഇക്കായും ഡെസേർട്ട് ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് ഷോട്ട് എടുക്കുകയാണ്. ലൈവായിട്ട് നല്ല ഫ്രഷ് ഫിഷ് ഇട്ടിരിക്കുകയാണ്. അതെന്നാന്ന് വെച്ചാൽ ഫിഷ് മന്തി വേണ്ടവർക്ക് എന്താ പറയുക, ഏത് kg ആണോ ഏത് ഫിഷാണോ വേണ്ടത് അതവിടെ വെയിറ്റ് നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം അവർ ഗ്രില്ല് ചെയ്ത് മന്തിയിൽ വെച്ച് കൊടുക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഒൺലി ചിക്കൻ മന്തി, എനിക്ക് മട്ടൻ മന്തി, ബീഫ് മന്തി, ഫിഷ് മന്തി, ഈ ഒരു തരം മന്തിയോടും താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു. ഇത് കണ്ടോ, അത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര തിരക്കാണ് കേട്ടോ. കുറേ പേര് വെയിറ്റിംഗ് ആണ്. കുറേ പേര് ഫുഡ് കഴിച്ചതിന് ശേഷം പുറത്തിറങ്ങി വട്ടം കൂടി. ശനിയാഴ്ചയാണ്, വീക്കെൻഡ് ആണല്ലോ. ഭയങ്കര ഒരു ആംബിയൻസ്, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോപ്പ് കഴിഞ്ഞ് തന്നെ ഒരു യാർഡ് പോലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാവർക്കും റിലാക്സ് ചെയ്ത് നിൽക്കാനും ഒക്കെയുള്ള ഒരു സെക്ഷൻ പോലെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സാറ്റർഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഒക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.